പാലക്കാട്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ യേശുക്രിസ്തുവിനെ പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അത്ഭുതമാണ്. നൗ ദ ടു ക്വാളിറ്റീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവം. ഒന്ന്, താൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും, രണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും. ബൈബിളിൻ്റെ ആരംഭം തന്നെ അവിടെയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു. ദൈവം ആദ്യമേ ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി പോയി. ശൂന്യമായ ഭൂമിയെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് തന്നെ വീണ്ടും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റീക്രിയേറ്റഡ്. ദൈവത്തിൻ്റെ ക്യാരക്ടർ തന്നെ അത്ഭുതമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സാക്ഷ്യം, ഡോക്ടർമാർ ഉപേക്ഷിച്ച ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നും കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. ഇന്ന് വരെയും കർത്താവിൻ്റെ കൃപയിൽ ആ മകൻ ആശ്രയിക്കുന്നു. ഒരു ശുശ്രൂഷകനാണ്. ഇദ്ദേഹത്തിനുണ്ടായ വിടുതൽ അത്ഭുതകരമായ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ബ്രദർ ആൻഡിൻ ഇന്ന് ലക്ഷങ്ങളിൽ ചിലർക്ക് മാത്രം വരുന്ന ഒരു രോഗം തന്റെ ചെറുപ്രായത്തിൽ ഉണ്ടായ ആളാണ്. ഹീമോഫീലിയ എന്ന ഭീകരമായ രോഗത്തിന് അടിമപ്പെട്ട് ഇന്ന് ഈ ലോകത്ത് കാണരുതാഞ്ഞ വ്യക്തിയാണ്. എന്നാൽ യേശു തന്നെ അത്ഭുതകരമായി രക്ഷിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹീമോഫീലിയ രോഗത്തിന്റെ പ്രത്യേകത, രക്തത്തിലെ ചില പ്രത്യേക ഫാക്ടറുകൾ ഇല്ലാതിരിക്കും. ഫാക്ടർ 8 എന്ന് പറയുന്ന ഒരു ഫാക്ടർ അദ്ദേഹത്തിന്റെ രക്തത്തിലില്ല. അത് നിമിത്തം ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, മുറിഞ്ഞാൽ കരിയത്തില്ല. അത് പുറത്തെ മുറിവുകൾ മാത്രമല്ല, അകത്തുണ്ടാകുന്ന ഇന്റേണൽ ചെറിയ മുറിവുകൾ, ചെറിയ തട്ടും മുട്ടിനും അകത്ത് രക്തം വാർന്ന് അകത്ത്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ തൻ്റെ 2 കാൽമുട്ടുകളും ഒരു ഫുട്ബോൾ പോലെ വീർത്തായിരുന്നു. അവിടെ എല്ലാം രക്തം കിടക്കുക, നടക്കാനൊക്കില്ല. ഈ ലോകത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അതിവേദന അങ്ങനെയുള്ളവർ അനുഭവിക്കും. അങ്ങനെയുള്ളവർക്ക് പെത്തഡിൻ, മോർഫിൻ ഇങ്ങനെയുള്ള കുത്തിവെപ്പുകൾ നൽകി അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഈ ഹീമോഫീലിയ രോഗികളുടെ ഒരു സംഘടന തന്നെ ഉണ്ട്. ഇന്നലെ ഇദ്ദേഹം സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം കേട്ട ഒരു ഡോക്ടർ, തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ, മൂവാറ്റുപുഴ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഹീമോഫീലിയ രോഗി ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല. കാരണം ഞാൻ ഹീമോഫീലിയ രോഗികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഇതൊരു മിറക്കിളാണെന്ന് ആ ഡോക്ടർ എന്നോട് പറയാനിടയായി. ഹല്ലേലൂയ. ആൻഡൻ ബ്രദറിന് ഏത് പ്രായത്തിലായി രോഗം കണ്ടെത്തിയതല്ലേ ഉണ്ടായത്? ജനിച്ച് 1.5 വയസ്സാകുന്ന പ്രായത്തിലാണ് ഈ രോഗം കണ്ടെത്താനിടയായി തീർന്നത്. അതിനുശേഷം 1.5 വയസ്സിന് സമയത്ത് എൻ്റെ മുട്ടിൽ നീന്തി നടക്കുന്ന സമയത്ത് എൻ്റെ മുട്ടിലിൻ്റെ 2 കാലിലും കരിനീലിപ്പ് കളറുള്ളൊരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നൊരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവർക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ കോട്ടയം ESI ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അവിടെ വന്നപ്പോഴും രോഗം എന്താണെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ അവർ ചാർട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടു, ഹിമോഫീലിയ എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവിടെ നിർത്തി. ഹിമോഫീലിയ ആയിരിക്കുമോ? അതിനുശേഷം ഇതിന് മെഡിക്കൽ സയൻസിൽ ലോകത്തിൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ 13 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫാക്ടർ 8 എൻ്റെ ശരീരത്തിൽ <1% ഉള്ളൂ. അത് സൃഷ്ടിച്ചവൻ അത് സൃഷ്ടിച്ചു തരാതെ ഈ ലോകത്തിൽ അതിന് യാതൊരു മാർഗവുമില്ല. ആ അവസ്ഥയിൽ എൻ്റെ 1.5 വയസ്സ് വരെ എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷമായിരുന്നു ഒരു ആൺകുഞ്ഞ് പിറന്നതിൻ്റെ. എന്നാൽ 1.5 വയസ്സിന് ശേഷം എൻ്റെ കുടുംബം വലിയൊരു നരകതുല്യമായ ജീവിതത്തിലേക്ക് കടന്നു. എൻ്റെ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ? മാതാപിതാക്കൾ അവരെന്ത് ചെയ്യുന്നു? എൻ്റെ ഫാദർ അധ്യാപകനായിരുന്നു. എൻ്റെ മദർ ഒരു അധ്യാപികയായിരുന്നു. എൻ്റെ സിസ്റ്റർ നഴ്സിംഗ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് വിവാഹ ജീവിതം നയിക്കുന്നു. അതെ ബ്രദർ, നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന മുണ്ടക്കയം 365 ദിവസത്തിൽ ഏതാണ്ടോ 300 ദിവസവും ഹോസ്പിറ്റലിലുള്ള അവസ്ഥയുണ്ട്. 300 ദിവസത്തോളം ഹോസ്പിറ്റലിലാണ്. അപ്പം ഓരോ പ്രാവശ്യവും വന്ന് വീട്ടിൽ വന്ന് കയറും. ആ ആഴ്ച തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയാണ്. എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇടയാകുന്നത്? അതായത് എനിക്ക് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ല അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജോയിന്റ്സ് മുഴുവൻ ബ്ലീഡ് ചെയ്യും. കാലിൽ നിന്നാ മതി. കാലിൽ നിന്നാ മതി. അപ്പൊ എവിടെ ഭാരം വരുന്നോ ആ ഭാരത്തിന്റെ ആ ഭാഗം
ഭാഗത്തെല്ലാം ബ്ലീഡ് ചെയ്ത് അത് കണ്ടമാനം അങ്ങ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വേദന എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിന്റെ 10 ഇരട്ടി മേളിലാണ് വേദന ടൈംസ് മേളിലാണ് വേദന ഉണ്ടാകുന്നത്. പക്ഷെ അതിന് ഏത് മെഡിസിൻ എടുത്താൽ പോലും ആ വേദനയെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അവസാന ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, മോർഫിനും പെതഡിനും ഒക്കെ എടുക്കുമായിരുന്നു. ആ സമയത്ത് പോലും ഈ വേദനയെ കീഴടക്കാൻ ആ മരുന്നിന് പോലും പറ്റത്തില്ല. അപ്പൊ ഡോക്ടർമാർ അതിനെ കുറിച്ച് എന്തായിരുന്നു ബ്രദറിന് ഭാവിയെ കുറിച്ച് പറഞ്ഞത്? എന്തെങ്കിലും സാധ്യത പറഞ്ഞു? ഒരു സാധ്യതയും പറഞ്ഞില്ല. ഈ ഇന്ന് വരെ ഒരു ഡോക്ടേഴ്സും ഒരു സാധ്യതയും പറഞ്ഞില്ല. എപ്പോൾ നീ മരിക്കുന്നോ ആ സമയമാണ് പറഞ്ഞത്. ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായി നിന്നോണം. ആ മരണം കണ്ടോണ്ടാണ് ഞാൻ 26 വർഷത്തോളം. ഈ എല്ലാ ഹീമോഫീലിയ രോഗികളെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെയാണ്. ഇന്ന് ഉള്ള രോഗികളിൽ പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഉള്ളവര് ഇന്ന് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്. അതിന്റെ ഒരു സംഘടന അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അതിനൊരു ഹീമോഫീലിയ സൊസൈറ്റി ഉണ്ട്. അതിന്റെ അംഗമായിരുന്നു ഞാൻ. ഇങ്ങനെയുള്ളവർക്ക് ബ്ലഡ് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും. അതിനുള്ള ആദ്യത്തെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ പോകുന്ന ബ്ലഡ് HB ശരീരത്തിലെ നോക്കി കൗണ്ട് താഴുന്നതനുസരിച്ച് ബ്ലഡ് ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണം. അത് ഞാൻ പറയാറുണ്ട്, ഒരു തികഞ്ഞ മദ്യപാനിയോട് ചോദിക്കുക, നിങ്ങൾ എത്ര കുപ്പി മദ്യം ഇത്രയും നാളായിട്ട് കഴിച്ചെന്ന് ചോദിച്ചാൽ അവർക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്റെ ശരീരത്തിൽ എത്രമാത്രം ബ്ലഡ് കയറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓരോ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും അനേക കുപ്പി ബ്ലഡ് എന്റെ ശരീരത്തിൽ കയറ്റി ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് എനിക്ക് പറ്റത്തില്ല. അതായത് ഫ്രഷ് ബ്ലഡ് വേണം എന്റെ ശരീരത്തിൽ കയറ്റാൻ. അതിന്റെ അകത്ത് ആ ഫാക്ടർ 8 ഉള്ളൂ. അത് കയറ്റിയാൽ മാത്രമേ ബ്ലീഡിങ് നിൽക്കത്തുള്ളൂ. നമുക്ക് തരാൻ ആൾക്കാർ ഒരുങ്ങി നിൽക്കണം. എപ്പോഴും എന്റെ വീട്ടിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ഒരു 3 മാസം കൂടുമ്പോഴത്തേന് ഇങ്ങനെ അവരെ മാറ്റി ഓരോ പ്രശ്നം വരുമ്പോഴും ഇങ്ങനെ റോൾ ചെയ്ത് ഓരോ പ്രാവശ്യം. ഒരു മാസം തന്നെ പലരുടെ ബ്ലഡ് എടുക്കും വേണ്ടിവരും. അങ്ങനെ 100 കണക്കിന് കുപ്പി കയറ്റിയിട്ടുണ്ട്. അത് ശരി. അപ്പം അത് കൂടാതെ ഈ ഫാക്ടർ 8 ബ്ലഡിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാതെ ഫാക്ടർ 8 എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്, ആന്റി ഹിമോഫിലിക് ഫാക്ടർ എന്ന് അതിന്റെ പേര്. അത് 1000 യൂണിറ്റ് ഇഞ്ചക്ഷൻ വേണം എന്റെ ശരീരത്തിന്റെ തൂക്കം അനുസരിച്ച് അതിന്റെ ഇഞ്ചക്ഷന്റെ അളവ്. അത് എന്റെ ശരീരത്തിൽ കയറ്റണമെങ്കിൽ 1000 യൂണിറ്റ് വേണം. ആ 1000 യൂണിറ്റിന് 1000 യൂണിറ്റിന് 10,000 രൂപ വില ഒരു ബോട്ടിൽ. ഇപ്പോഴത്തെ വില മുമ്പ്? ഇപ്പോഴത്തെ വില. അന്ന് ഞാൻ എന്റെ സൗഖ്യമാകുന്ന സമയത്ത് അതിനാണ്ട് 3000 ആ റേഞ്ചോളം. ഇപ്പൊ അതിന്റെ വില 10,000 രൂപയാണ്. അത് എടുത്താൽ പോലും എടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്റെ ശരീരത്തിൽ ലെസ് ദാൻ 1% ആണ് ഫാക്ടർ 8. അത് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം അത് എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് നിൽക്കണമെന്നില്ല. ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഫാക്ടർ 8ന്റെ അളവില്ലാത്തത് കൊണ്ടാണ് ബ്ലീഡ് ചെയ്യുന്നത്. ബ്ലീഡിംഗ് നിൽക്കത്തില്ല. അപ്പൊ ഈ ഫാക്ടർ 8 ആണ് എന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. അത് എത്രമാത്രം ശരീരത്തിൽ വേണോ അത്രമാത്രം നിൽക്കുന്ന അവസ്ഥ ഏതാണോ അത്രയും ഫാക്ടർ എന്റെ ബ്ലീഡിംഗ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങുന്നിടം വരെ കുത്തിവെക്കണം ചുരുക്കം. അപ്പൊ അങ്ങനെ ഒരിക്കൽ കുത്തിവെച്ചാൽ പിന്നെ അതിന് എത്ര നാൾ അതിന്റെ ശക്തി ഉണ്ട്? 8 മണിക്കൂറത്തേനേ ഉള്ളൂ. ഈ 10,000 രൂപയുടെ കുത്തിവെപ്പെടുത്താൻ 8 മണിക്കൂറത്തേനേ ഉള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഇത് ഫാക്ടർ എടുക്കുകയും ചെയ്യണം. പോയ ബ്ലഡിന് പകരം ബ്ലഡും ശരീരത്തിൽ കയറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥിരം ഇതായിരുന്നു. ഈ 1974 ജനിച്ചു. അതിനുശേഷം 1.5 വയസ്സിന് ശേഷം 2000 വരെ ഈ ജീവിതമായിരുന്നു. എന്നും ആശുപത്രി, ബ്ലഡ് കയറ്റ്. അതെ. ഇങ്ങനെ എന്നും കാലും കൈയും ഒക്കെ സ്വെല്ല് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കൈയുടെ ഇവിടെ ഇങ്ങനെ ശരിക്കൊന്ന് അമർത്തുവാണെങ്കിൽ അവിടെ ബ്ലഡ് ഇങ്ങനെ കരിനീലിച്ചു വരുമായിരുന്നു ആ വട്ടത്തിൽ ഇങ്ങനെ. അതായത് അപ്പൊ ഈ ഹീമോഫിലിയ രോഗികളെല്ലാം ഇതുപോലെ കഷ്ടപ്പെടുകയാണ്. വളരെ കഷ്ടപ്പാടില്ല. ഇത് ലക്ഷങ്ങളിൽ ഒരാൾക്ക്. അതെ ലക്ഷങ്ങളിൽ ഒരാൾക്ക്. ഓക്കെ ബ്രദറിന് അപ്പോൾ ഈ സൗഖ്യത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയാമോ? ഞാൻ എന്റെ 99 എന്റെ ഹിപ്പ് ജോയിന്റ് ബ്ലീഡ് ചെയ്തു. അതായത് ഈ ജോയിന്റ് ബ്ലീഡ് ചെയ്താലാണ് ഏറ്റവും വലിയ പെയിൻ ഉണ്ടാകുന്നത്. നമുക്ക് ചലിക്കാൻ പോലും പറ്റത്തില്ല കട്ടിലിൽ കിടന്ന്. ആ സമയത്ത് ഡോക്ടർ എനിക്ക് മോർഫിൻ ഇഞ്ചക്ഷൻ തന്നതിന് ശേഷം പറഞ്ഞു, ആന്റിനെ നീ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്, നീ ചിലപ്പോൾ ബോധരഹിതനായി താഴെ വീഴുമെന്ന് പറഞ്ഞു. പക്ഷേ നാളുകളായിട്ട് മോർഫിനും പെതഡിനും എനിക്ക് എടുത്തുകൊണ്ട് ഞാനൊരു അഡിക്റ്റ് ആയിരുന്നു. ഈ വേദന ഇല്ലെങ്കിൽ പോലും ഞാൻ കട്ടിലിൽ കിടന്ന് കാറാൻ തുടങ്ങി ഇതിനു വേണ്ടി, ഈ ഇഞ്ചക്ഷൻ എനിക്ക് ലഭിക്കാൻ വേണ്ടി. ആ സമയത്ത് ഇത് അഡിക്റ്റ് ആയി. ഇതൊരു മയക്കുമരുന്ന് പോലെ. അത് കയറുമ്പോൾ ആ നീഡിൽ നിന്ന് ഒരു തുള്ളി അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ ഒരു വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എനിക്കത് അഡിക്റ്റ് ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇറങ്ങിപ്പോകരുത്. പക്ഷെ ഞാനത് കേട്ടില്ല. ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിന്റെ അടുത്ത് വരെ പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ ടോയ്ലറ്റിലേക്ക് വീണു. ആ കിടപ്പ് 2.5 വർഷത്തോളം എന്റെ മുട്ടിന് ഫ്രാക്ചറായി. ആ കിടപ്പ് 2.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കിടക്കാനിടയായി തീർന്നു. ആ സമയത്താണ് 2000 വെച്ച് ഞാൻ യേശുവിനെ കണ്ടെത്തുന്നത്. യേശുവിനെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് യേശുവിനെ അറിയാമായിരുന്നു.
അത് ലോകത്തിൽ ആരോടും ചോദിച്ചാലും യേശുവിനെ അറിയാം, ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശുവിനെ. പക്ഷെ യഥാർത്ഥ യേശുവിനെ ഞാൻ കണ്ടെത്തിയത് ആ 2000-ലാണ്. ആ മരണ കിടക്കയിൽ കിടന്നുകൊണ്ട് എനിക്ക് അന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ഏതായാലും ആന്റിന്റെ അവസ്ഥ ഈ പ്രാവശ്യത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്താഗതിയില്ല ഞാൻ ആ 2.5 വർഷത്തോളം കിടന്നു. പക്ഷെ അതിന്റെ മധ്യത്തിൽ വെച്ച് ഞാൻ യേശുവിനെ ഞാൻ കണ്ടെത്തി. അന്നേരം ഒരു വചനം കേൾക്കാൻ ഇടയായി തീർന്നു. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയും നാളും പലരും എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പല ബ്രദർമാരും പല പാസ്റ്റേഴ്സും എല്ലാം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് സൗഖ്യം വരുമെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ വരുന്നത് നോക്കിയ നാളുകൾ ഞാൻ കട്ടിലിൽ കിടന്നു. പക്ഷെ അന്ന് കേട്ട വചനം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നിനക്കത് വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ രോഗമായിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടത് ആ അവസ്ഥയാ. മരണത്തെ തന്നെ മുഖാമുഖം ഞാൻ കാണുന്നത്. പക്ഷെ കേട്ട വചനം ഇങ്ങനെയാണ്. ആ വചനത്തിൽ നിന്ന് ഞാൻ എന്ത് സംഭവം, ഞാനത് വിശ്വാസത്തോടെ ഞാൻ ഏറ്റെടുത്ത വചനം. ഞാൻ എന്റെ മുന്നിൽ നിന്നവരോട്, ഞാൻ എന്റെ സ്വന്തക്കാരോട് എല്ലാവരോടും ഞാൻ പറയാൻ തുടങ്ങി, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. അത് കേൾക്കുന്ന സൗഖ്യമാക്കിയെന്ന്. ഞാൻ വചനം അങ്ങനെയാ പറയുന്നത്, നീ സൗഖ്യമായി കഴിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പോഴും രോഗിയായിട്ട് കിടക്കുക, ചലിക്കാൻ മേലാതെ തന്നെ കിടക്കുന്നത്. ഓക്കെ, അത് ഇങ്ങനെ ഒരു ചിന്താഗതി കിട്ടാൻ ഈ ദൈവവചനത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള തങ്കു ബ്രദറിന്റെ നമ്മുടെ ഫാമിലി ഫീസ്റ്റിൽ ആദ്യമായിട്ടൊരു കാസറ്റ് നമ്മൾ ഇറക്കി. ആ കാസറ്റ് ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്റെ വാക്മാനിലിട്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേൾക്കാനിടയായി തീർന്നു. അപ്പം തങ്കു ബ്രദർ സൗഖ്യമായത് ഞാൻ കേൾക്കാനിടയായി, അദ്ദേഹത്തിന്റെ സാക്ഷ്യം. അപ്പൊ അത് ഞാൻ കേട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബ്രദർ പിന്നെ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചു. പിന്നെ ഇത് കേൾക്കുകയും ഞാൻ പറയാനും തുടങ്ങി, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും നിന്നവരും അവരും ഇങ്ങനെ പറഞ്ഞത്, അവന് അവസാനമായപ്പോഴത്തേനും അവന് ഭ്രാന്തായെന്നാ പറഞ്ഞത്. എന്നാൽ അവര് പറയുന്നത് നോക്കി ഞാൻ നിന്നില്ല. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിൽ നിന്ന് കരം അടിച്ച്, ഇതാ വിശ്വാസം. ഹല്ലേലൂയ. സൗഖ്യം വരാൻ കാത്തിരുന്നില്ല. വരാൻ ഞാൻ കാത്തിരുന്നില്ല. അവരാ കളിയാക്കി ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി, പതുക്കെ കാലെടുത്ത് വെക്കാൻ തുടങ്ങി. ആ വെക്കുന്ന സമയത്തും എന്റെ മുന്നിൽ ആര് വന്നാലും ഞാൻ അവരോട് പറയും, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. വേദന തിന്നോണ്ടാ ഞാൻ നിൽക്കുന്നത്. വേദന എന്ന് പറഞ്ഞാൽ ആ കാലെടുത്ത് ചവിട്ടുമ്പോഴത്തേനും അതുപോലെ ജീവൻ പോകുന്ന വേദനയാ. പക്ഷെ ആ വേദനയുടെ മധ്യത്തിൽ നിന്നോണ്ട് ഞാൻ പറയും, എന്റെ യേശു അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം. എല്ലാവരും വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ ഞാൻ എന്നെ കണ്ടോണ്ട് കേട്ടോണ്ടിരിക്കുന്നോണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, അവന്റെ അടിപ്പിണരുകളാൽ ആർക്കൊക്കെ സൗഖ്യം വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഏത് സഭക്കാർക്കൊക്കെ സൗഖ്യം വന്നിരിക്കുന്നു? ക്രിസ്ത്യാനിക്ക് സൗഖ്യം വന്നെന്നാണോ? അല്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി മുഴു ലോകത്തിന്റെയും രോഗസൗഖ്യത്തിനായി അവൻ അടിയേറ്റെങ്കിൽ യേശു കൊടുത്ത സൗഖ്യം ക്രിസ്ത്യാനിയുടെയോ ഏതൊരു പ്രത്യേക സഭാവിഭാഗത്തിന്റെ അല്ല, വിശ്വസിക്കുന്ന ഏവർക്കും. ക്രിസ്ത്യാനിയെ പക്ഷെ വിശ്വസിക്കുന്നില്ലെങ്കിൽ കിട്ടില്ല. പക്ഷെ വേറൊരാൾ അക്രൈസ്തവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കിട്ടും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ക്രൈസ്തവ പാരമ്പര്യമുള്ള വ്യക്തിയാ, പക്ഷെ ഇത് വിശ്വാസത്താൽ എടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്, ന്യായപ്രമാണം അനുസരിക്കാത്ത യഹൂദൻ പരിച്ഛേദനയേറ്റിട്ടും പരിച്ഛേദനയല്ല. എന്നാൽ ന്യായപ്രമാണം കിട്ടാത്ത വിജാതിയർ ന്യായപ്രമാണത്തിലുള്ളത്, അവർക്ക് പരിച്ഛേദന ഇല്ലെങ്കിലും അവർ ചെയ്യുമ്പോൾ അവൻ യഹൂദനേക്കാൾ നല്ല യഹൂദനാ. അതുപോലെ തന്നെയാ ക്രിസ്ത്യാനി എന്ന പേരുള്ളവനല്ല ക്രിസ്ത്യാനി, മറിച്ച് യേശു ജീവിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട് എന്ന് പറയുന്നവനാ ക്രിസ്ത്യാനി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഏതോ ഒരു ബോർഡ് വെച്ച സഭയിൽ പോകുന്നവനല്ല ക്രിസ്ത്യാനി. ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാകില്ല. അവൻ ജീവനോടെ ഉണ്ടെന്നും അവന്റെ സൗഖ്യം എനിക്കാണ്. സൗഖ്യമാകാൻ കാത്തിരിക്കുകയല്ല, അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ഇന്നും സജീവമായ ഒരു ബന്ധം കർത്താവിനോട് നമ്മൾ പുലർത്തുമ്പോഴാ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. അത് തന്നെയാണല്ലോ ബ്രദർ പറഞ്ഞത്, ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായിരുന്നു, പക്ഷെ ജീവനുള്ള ഒരു കർത്താവിനെ രുചിച്ചറിഞ്ഞു വേദനയ്ക്കകത്തൂടെ. പറഞ്ഞാട്ടെ ബ്രദറെ. അതിനുശേഷം ഞാൻ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കോട്ടയത്ത് വന്നു, ഞാൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു, യേശു എന്തൊക്കെ അനുഭവിച്ചോ അതൊന്നും നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് അത് ചെയ്തതെന്ന്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിക്കുന്ന സമയത്ത് അവിടെ പറയാ, യേശു അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കിയത് നിനക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനു വേണ്ടി എന്റെ ശരീരത്തിൽ നിന്ന് ഈ രക്തം ഒഴുക്കേണ്ടതായിട്ട്?
ഞാൻ കർത്താവിനോട് പറഞ്ഞു, പിന്നെ ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് എന്തിന് രക്തം എടുക്കുന്നു? യേശു എനിക്ക് വേണ്ടിയാ ചെയ്തെങ്കിൽ ഇന്നു മുതൽ ഇനി എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും ഒഴുകാൻ പാടില്ലെന്ന്. അത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഈ വിശ്വാസത്തിന്റെ വാക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ഞാൻ ഓരോ ചുവടെടുത്ത് മുന്നോട്ട് വെക്കാൻ തുടങ്ങി. അനേകരോട് ഇത് പറയാൻ തുടങ്ങി. പറയുന്നതിനനുസരിച്ച് ഓരോരുത്തരോടും ഇത് പറയുന്ന